നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. വളരെ 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 പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 370 കൂടാതെ 22-23 സംഭവിച്ച മറ്റു ഭരണ ഭേദഗതികളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ടോപ്പിക്ക് ആർട്ടിക്കിൾ 370 നോക്കാം. എന്താണ് എല്ലാവർക്കും അറിയാം അല്ലെ? ജമ്മു കശ്മീരിന് ഒരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു അല്ലെ? പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ 370 വകുപ്പ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ജമ്മു കശ്മീരിന് ആർട്ടിക്കിൾ 370 എന്തായിരുന്നു? ജമ്മു കശ്മീരിന് ഒരു പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ വകുപ്പായിരുന്നു. അത് 2019 റദ്ദാക്കിയ കേന്ദ്ര നടപടി. കേന്ദ്ര സർക്കാർ 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിരുന്നു. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി കൊടുക്കുന്ന ആ ഒരു ആർട്ടിക്കിൾ റദ്ദാക്കിയിരുന്നു. ആരെ? കേന്ദ്ര സർക്കാർ. ഓക്കെ, അത് ശരിവെച്ചു സുപ്രീം കോടതി. കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടി 370 എന്ന് പറയുന്ന വകുപ്പ് ആരെ ശരിവെച്ചു? സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് ശരിവെച്ചു. ഓക്കെ, അപ്പോ ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു? 370. അത് ആരാ റദ്ദ് ചെയ്തത്? കേന്ദ്ര സർക്കാർ. ആരാണ് ഇപ്പൊ ശരിവെച്ചത്? സുപ്രീം കോടതി. 5 അംഗ ബെഞ്ച് കേട്ടോ, 5 അംഗ ബെഞ്ചാണ്. ബെഞ്ചിന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DY ചന്ദ്രചൂഡ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ് എന്ന പോയിന്റ് നോട്ട് ചെയ്തു. വിധി പറഞ്ഞ 5 അംഗ ബെഞ്ചിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കോൾ എന്ന് നോട്ട് ചെയ്തു വെക്കണം. ഒരാള് ആരാണ്? DY ചന്ദ്രചൂഡ് കേട്ടോ. അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DY ചന്ദ്രചൂഡാണ്. മറ്റു പേര് 5 അംഗ ബെഞ്ചിലെ മറ്റ് അംഗങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BR ഗവായ്, സൂര്യകാന്ത്, സഞ്ജീവ് ഖന്ന, ഓക്കെ, സഞ്ജയ് കിഷോർ കോൾ കേട്ടോ. സഞ്ജയ് കിഷോർ കോൾ എന്നും സഞ്ജയ് കിഷൻ കോൾ എന്നും നോട്ട് ചെയ്തു. അപ്പൊ സഞ്ജീവും സഞ്ജയും ഉണ്ട്. സൂര്യനും ഗവായ് കേട്ടോ, സൂര്യ ഗവായ് എന്ന് വെച്ചു. സഞ്ജീവും സഞ്ജയനും. സൂര്യൻ ഉദിച്ച സമയത്ത് ഗവായ് എന്നുള്ളത് ഗോവയിലേക്ക് അല്ലെ, ഗോവ എന്ന് പഠിച്ചു നോക്കാം അല്ലെ. യെസ്, ഓക്കെ. സഞ്ജീവും സഞ്ജയും സൂര്യൻ ഉദിച്ച് രാവിലെ ആയപ്പോ ഗോവയിൽ പോയി കേട്ടോ. അതാണ് 4 പേര്. പിന്നെ അവരവിടെ എത്തിയപ്പോഴത്തേക്ക് എന്താണ്? ചന്ദ്രചൂഡ്, ചന്ദ്രൻ വന്നിരുന്നു, രാത്രിയായിരുന്നു കേട്ടോ. ഒരേ അപ്പൊ സഞ്ജീവും സഞ്ജയും സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഗോവയിൽ പോയി. അവരവിടെ എത്തിയപ്പോഴത്തേക്ക് എന്താണ്? ചന്ദ്രൻ ഉദിച്ചിരുന്നു. ചന്ദ്രചൂഡാണ് 5 അംഗ ബെഞ്ചിന്റെ തലവൻ എന്നും ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ 5 പേരുടെ പേരുകളെ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എടുത്തെഴുതാനും ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാനും കിട്ടണം കേട്ടോ. അപ്പൊ ജമ്മു കശ്മീരിന് പ്രത്യേക പദവി കൊടുത്തിരുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 370. അത് സുപ്രീം കോടതി അത് റദ്ദ് ചെയ്ത വിധി സുപ്രീം കോടതി ശരിവെച്ചു. 5 അംഗ ബെഞ്ച്. 5 അംഗ ബെഞ്ചിന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DY ചന്ദ്രചൂഡ് എന്നും. ഓക്കെ, യെസ്. ഇനി ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയ ഈ 370 അനുച്ഛേദം കേന്ദ്രം റദ്ദാക്കി 2019 എന്ന് പറഞ്ഞു. കൃത്യമായി പറയുകയാണെങ്കിൽ 2019 ഓഗസ്റ്റ് 5 എന്നാ 2019 ഓഗസ്റ്റ് 5-ാം തീയതി. ഇനി 370 അനുച്ഛേദം റദ്ദാക്കിയത് കോടതി ശരിവെച്ചത് എന്നാണ്? അതിപ്പോഴാണ് 2023 ഡിസംബർ 11-ാം തീയതിയാണ് കേട്ടോ. 2023 ഡിസംബർ 11. ഓഗസ്റ്റ് 5-നാണ് 19 ഓഗസ്റ്റ് 5-നാണ് റദ്ദാക്കിയത്, ശരിവെച്ചത് 2023 ഡിസംബർ 11. കാശ്മീരിൽ ഭരണകൂടവും അല്ലാത്തവരും ചെയ്ത മനുഷ്യാവകാശ ലംഘനങ്ങളുടെ സത്യാവസ്ഥ പരിശോധിച്ച് അനുരഞ്ജനമുണ്ടാക്കാൻ ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ കമ്മീഷനെ നിയോഗിക്കണമെന്ന് ശുപാർശ ചെയ്തത് ജസ്റ്റിസ് SK കൗൾ ആണ് എന്ന പോയിന്റ്. ഭരണകൂടവും അല്ലാത്തവരും തമ്മിൽ എന്നും സംഘർഷമായിരുന്നു അല്ലെ. യെസ്, ഓക്കെ. അപ്പൊ കാശ്മീരിൽ ഭരണകൂടവും അല്ലാത്തവരും ചെയ്ത മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഭരണകൂടവും പട്ടാളവും മറ്റും എന്താണ്? ഭരണകൂടവും അല്ലാത്തവരും അവർക്കെതിരെ അവിടെയുള്ള മനുഷ്യന്മാരുമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെ സത്യാവസ്ഥ പരിശോധിച്ച് അനുരഞ്ജനം ഉണ്ടാക്കാൻ ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ കമ്മീഷൻ നിയോഗിക്കാൻ ശുപാർശ ചെയ്തത് ജസ്റ്റിസ് SK കൗൾ ആണ് എന്ന പോയിന്റ് കേട്ടോ. SK കൗൾ എന്ന പോയിന്റ് ഓർത്ത് വെക്കാം. ഓക്കെ,
യെസ്, SK കൗൾ നിയമ കമ്മീഷൻ റീകൺസിലിയേഷൻ കമ്മീഷനെ നിയോഗിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ആരാണ്? ജസ്റ്റിസ് SK കൗൾ എന്ന് വെച്ചു. SK കൗൾ. അപ്പോ 370-ാം അനുച്ഛേദം റദ്ദാക്കിയതാരാണ്? 2019 ഓഗസ്റ്റ് 5-ാം തീയതിയാണ് കേന്ദ്ര സർക്കാരാണ് കേട്ടോ. യെസ്, അത് സുപ്രീം കോടതി ശരിവെച്ചത് 2023 ഡിസംബർ 11-ന്. എത്ര പേരുണ്ടായിരുന്നു ഈ പറഞ്ഞ വിധിയിൽ? എത്ര അംഗ ബെഞ്ചാണ് ശരിവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, എത്ര അംഗ ബെഞ്ചാണ് ശരിവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 അംഗ ബെഞ്ചാണ് ശരിവെച്ചത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ഈ ഡേറ്റുകള് ഒന്ന് ഓർത്തു വെക്കണേ. SK കൗളിനെയും ഓർത്തു വെക്കാം. പിന്നെ ആരാ റദ്ദാക്കിയത്, 5 അംഗ ബെഞ്ചിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മനസ്സിലേക്ക് വരണം കേട്ടോ. വരില്ലേ നീ? യെസ്, വരണം. ഇനി നമുക്ക് ഇടയ്ക്ക് റിവിഷൻ ചെയ്യാം കേട്ടോ. അടുത്തതിലേക്ക് പോകുന്നു. വിവാഹമോചനത്തിന് സുപ്രീം കോടതിക്ക് ഉത്തരവിടാം. വിവാഹമോചനം പോലുള്ള ചെറിയ കേസുകളിൽ സുപ്രീം കോടതി എങ്ങനെ ഉത്തരവിടും? ഓക്കെ, വീണ്ടെടുക്കാനാവാത്ത വിധം മുറിഞ്ഞുപോയ ദാമ്പത്യ ബന്ധങ്ങളിൽ സുപ്രീം കോടതിക്ക് തങ്ങളുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് വിവാഹമോചനത്തിന് ഉത്തരവിടാമെന്ന് ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. വീണ്ടെടുക്കാനാവാത്ത വിധം മുറിഞ്ഞുപോയ ദാമ്പത്യ ബന്ധങ്ങൾ, ചിലത് അങ്ങനെയാണല്ലോ അല്ലെ. യെസ്, തെറ്റിപ്പോയി എന്ന് മാത്രമല്ല, അവരവരുടെ വഴിക്കായിട്ട് എന്താണ്, യെസ്, ഇനി ഒരിക്കലും ഇവർ തമ്മിൽ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള കുറെ കേസുകൾ ഉണ്ടാവും അല്ലെ. വീണ്ടെടുക്കാനാവാത്ത വിധം മുറിഞ്ഞുപോയ ദാമ്പത്യ ബന്ധങ്ങളിൽ സുപ്രീം കോടതിക്ക് തങ്ങളുടെ സവിശേഷ അധികാരം, അത് ഏത് അധികാരം എന്നുള്ളത് അവിടെ വരുന്നുണ്ട് കേട്ടോ, ഉത്തരവിടാമെന്ന് ഭരണഘടനാ ബെഞ്ച് തിരിച്ചു. ഉഭയസമ്മതത്തോടെയുള്ള വിവാഹമോചനങ്ങൾ ഹിന്ദു വിവാഹ നിയമപ്രകാരമുള്ള 6 മാസം മുതലുള്ള കാത്തിരിപ്പ് കാലാവധി ഒഴിവാക്കാനും സുപ്രീം കോടതിക്ക് അധികാരം. ഉഭയസമ്മതത്തോടെയുള്ള വിവാഹമോചനങ്ങളും ഹിന്ദു വിവാഹ നിയമപ്രകാരമുള്ള ആ കാത്തിരിപ്പ് കാലാവധി 6 മാസം കാലാവധിയിലുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ആർക്ക് ബ്രേക്ക് ചെയ്യാം? സുപ്രീം കോടതിക്ക് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരിക്കലും കിട്ടൂല എന്ന് പറയുന്നതിന് തീരുമാനമാക്കാനും സുപ്രീം കോടതിക്ക് പറ്റും. കാത്തിരിപ്പ് കാലാവധി ബ്രേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഈ പറയുന്ന വിവാഹ പിന്നെ കാത്തിരിപ്പ് കാലാവധിയൊക്കെ ഒഴിവാക്കാനും സുപ്രീം കോടതിക്ക് അധികാരം. വിവാഹമോചനത്തിനായി സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ കഴിയില്ല. പിന്നെയോ, യെസ്, സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ കഴിയില്ല. മറ്റു കോടതികൾ വഴി സമീപിച്ചെത്തിയാലാണ് ഈ പറയുന്ന തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സാധിക്കും. ഈ കാത്തിരിപ്പ് കാലാവധി ഒന്നും കാത്തിരിക്കാൻ സമയമില്ല, പെട്ടെന്ന് തീരുമാനമാക്കിയിട്ട് വേണം അടുത്തത് തീരുമാനിക്കാൻ എന്നുള്ള കേസിലൊക്കെ സുപ്രീം കോടതിയിലേക്ക് എത്തിക്കാം. യെസ്, അടുത്തത്, ഏതെല്ലാം ഭരണഘടനാ അനുച്ഛേദം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത്? ഇങ്ങനെ ഒരു തീരുമാനം സുപ്രീം കോടതിക്ക് എടുക്കാൻ പറ്റും. കാത്തിരിപ്പ് കാലാവധി തീരുമാനാക്കാനും ഒരിക്കലും യോജിക്കില്ല എന്ന് പറയുന്നതൊക്കെ തീരുമാനാക്കാനും ഒക്കെ സുപ്രീം കോടതിക്ക് അധികാരം കൊടുത്ത ആർട്ടിക്കിളുകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 142 142 എന്ന് ചോദിച്ചു. 142 എന്ന് പറയുന്നതിൽ എന്താണ്? അത് ക്ലോസ് വെച്ചിട്ടാണ് ഈ പറയുന്ന തീരുമാനം സുപ്രീം കോടതിക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. തങ്ങൾക്ക് മുന്നിലുള്ള ഏത് വിഷയത്തിലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കുന്നതിന് സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്നു. കാലങ്ങളായി വേർതിരിഞ്ഞ് കിടക്കുകയാണ്, ഒരിക്കലും അവർ തമ്മിൽ യോജിക്കൂല. അപ്പൊ എന്താണ്, തങ്ങൾക്ക് മുന്നിലുള്ള ഏത് വിഷയത്തിലും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് കൊടുക്കാം എന്ന് സുപ്രീം കോടതിക്ക് തീരുമാനിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ തങ്ങൾക്ക് മുന്നിലുള്ള ഏത് വിഷയത്തിനും സമ്പൂർണ്ണ നീതി ഉറപ്പാക്കുന്നതിന് സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്നു. അത് വെച്ചിട്ട് ഇത് തീരുമാനിക്കാം. 142 സുപ്രീം കോടതിയുടെ ഉത്തരവ് രാജ്യവ്യാപകമായി നടപ്പാക്കണം. ഓക്കെ, അപ്പൊ മറ്റു കോടതികളിൽ നിന്ന് വന്നത് സുപ്രീം കോടതിയുടെ വിധി, സുപ്രീം കോടതിയുടെ ഉത്തരവ് രാജ്യവ്യാപകമായി നടപ്പാക്കണം അല്ലെ. ഈ 2 ആർട്ടിക്കിളുകൾ, ഈ 2 അനുച്ഛേദം കൂട്ടിച്ചേർത്തിട്ടാണ്, ഈ 2 അനുച്ഛേദത്തിന്റെ ബേസിലാണ് ഈ പറയുന്ന നിയമം സുപ്രീം കോടതിക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ ഇതിനകത്തുള്ള PSC എന്താ, PSC ചോദ്യം എന്താ? യെസ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചേക്കാം. ഓക്കെ, വീണ്ടെടുക്കാനാവാത്ത വിധം മുറിഞ്ഞുപോയ ദാമ്പത്യ ബന്ധങ്ങളിൽ സുപ്രീം കോടതിക്ക് തങ്ങളുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച്
വിവാഹമോചനത്തിന് ഉത്തരവിടാമെന്ന് ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണോ? ഓക്കെ. കാത്തിരിപ്പ് കാലാവധി ഒഴിവാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല, ഹൈക്കോടതിക്ക് അധികാരമുള്ളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. യെസ്, ഈ പറയുന്ന വിവാഹമോചനത്തിന്റെ ഉത്തരവുകൾ 142ഉം 143ഉം പ്രകാരമാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് 142ഉം 142 ഒന്നുമാണ്. അപ്പൊ അത് ശരിയാക്കി എഴുതണം. ചോദ്യത്തിലുള്ളത് തെറ്റായിരുന്നു. ഓക്കെ. കാത്തിരിപ്പ് കാലാവധി ബ്രേക്ക് ചെയ്യാനുള്ള അധികാരവും ആർക്കാണ്? സുപ്രീം കോടതിക്കാണ് ഉള്ളത് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും കിട്ടൂലേ? അപ്പൊ 142 142 ഒന്ന് എന്താന്നുള്ളതും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ. 142 142 എന്താന്നുള്ളതും ഇവിടെ എന്ത് ചെയ്യണം? നമ്മളെ നോട്ട് ചെയ്ത് പഠിക്കണം. വേണ്ടേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാനൊന്ന് ചോദിക്കട്ടെ, ജമ്മു കാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിയത്, കേന്ദ്രം റദ്ദാക്കിയത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന്റെ അല്ലേ? അതും കല്യാണവും തമ്മിൽ എന്ത് ബന്ധം? അതവിടെ കഴിഞ്ഞു കേട്ടോ. അടുത്ത ഇങ്ങനെ ഓരോരോ അനുച്ഛേദങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകും കേട്ടോ. യെസ്. ഓക്കെ. ആർട്ടിക്കിൾ 370 ആയിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ജമ്മു കാശ്മീരിലെ കല്യാണം അല്ല പറഞ്ഞത്, ടോട്ടൽ കല്യാണങ്ങളാണ്, നമുക്കൊക്കെ ബാധകമായ കല്യാണങ്ങളാണ് കേട്ടോ. അപ്പൊ എന്താണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയ 370 അനുച്ഛേദം റദ്ദാക്കിയതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഓഗസ്റ്റ് 5-നാണ്. ഇനി അത് ശരിവെച്ചത്, സുപ്രീം കോടതി ശരിവെച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഡിസംബർ 11-നാണെന്ന് പഠിച്ചു കേട്ടോ. ആരായിരുന്നു അത് ശരിവെച്ച 5-അംഗ ബെഞ്ചിന്റെ തലവൻ? അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DY ചന്ദ്രചൂഡ് എന്ന് പഠിച്ചു അല്ലെ? യെസ്. ഓക്കെ. സഞ്ജീവും സഞ്ജയും സൂര്യകാന്തും പിന്നെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? R ഗവായ് എന്നും പഠിച്ചു കേട്ടോ. അപ്പൊ ഏതൊക്കെ ആർട്ടിക്കിളുകൾ പ്രകാരമാണ് വിവാഹമോചനത്തിന് സുപ്രീം കോടതിക്ക് ഉത്തരവിടാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 142ഉം 142 എന്നും പഠിച്ചു. ഓക്കെ. 142 എന്താണെന്ന് പഠിക്കണേ. തങ്ങൾക്ക് മുന്നിലുള്ള ഏത് വിഷയത്തിലും സമ്പൂർണ്ണ നീതി നടപ്പാക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെയാണ് 142 പറയുന്നതെങ്കിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് രാജ്യവ്യാപകമായി നടപ്പാക്കണം എന്ന് പറയുന്നതാണ് 142 എന്ന പോയിന്റ് എന്ത് ചെയ്യാം ചെയ്ത് കേട്ടാ. സെറ്റല്ലേ? അടുത്തത്, ചരിത്രം കുറിച്ച കേശവാനന്ദ ഭാരതി കേസിന് 50 വയസ്സായി. ഓക്കെ. കേശവാനന്ദ ഭാരതി പലയിടത്തായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഇത് അടുത്ത പോയിന്റ് ആണ്. അതായത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, മാറ്റങ്ങൾ, ഇതുപോലുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. പല സിനിമകൾ കാണുമ്പോഴും കേശവാനന്ദ ഭാരതി എന്നൊക്കെ കാണാറുണ്ട് നമ്മളല്ലേ? ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ മാറ്റിമറിക്കുന്ന നിയമനിർമ്മാണം കൊണ്ടുവരാൻ പാർലമെന്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ഇത്, കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ എല്ലാ നിയമ സംഹിതകളുടെയും അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെയൊക്കെ താക്കോൽ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ് അല്ലെ? അപ്പൊ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ മാറ്റിമറിക്കുന്ന നിയമനിർമ്മാണം കൊണ്ടുവരാൻ പാർലമെന്റിന് അധികാരമില്ല. രാജ്യസഭയും ലോക്സഭയും പാസാക്കി പ്രസിഡന്റും ഒപ്പുവെച്ചു കഴിഞ്ഞാലേ ഒരു നിയമമായിട്ട് കൊണ്ടുവരാം. പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ മാറ്റിമറിക്കുന്ന നിയമനിർമ്മാണം കൊണ്ടുവരാൻ പാർലമെന്റിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് പറഞ്ഞു കഴിഞ്ഞാൽ കേശവാനന്ദ ഭാരതി കേസാണ്. അതിപ്പോ ഇവിടെ പറയാൻ കാരണം എന്താ? 1973 ഏപ്രിൽ 24-നായിരുന്നു അങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചത്. 1973 + 50 എത്രയാ? 2023 ഏപ്രിൽ 24-ന് 50 വർഷമായി ആ വളരെ ചരിത്ര പ്രസിദ്ധമായ വിധി പ്രസ്താവിച്ചിട്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിവിടെ പറയുന്നത്. ഓക്കെ. കേശവാനന്ദ ഭാരതി കേസ് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് 1973 ഏപ്രിൽ 24-നാണ് കേട്ടോ. സംഭവം മനസ്സിലായില്ലേ? അതായത് ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു പാർലമെന്റിന് ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ളതാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന് കേട്ടോ. അപ്പൊ അതത്രേ ഉള്ളൂ.
കേട്ടോ. അപ്പൊ വിവാഹമോചനത്തിന് സുപ്രീം കോടതിക്ക് ഉത്തരവിടാം എന്ന് പറയുന്നത് ഏതൊക്കെ ആർട്ടിക്കിളിന്റെ പിൻബലത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 142ഉം 142ൽ 1 എന്ന് പഠിച്ചു വെക്കാം. എന്നാണ് നമ്മുടെ ആർട്ടിക്കിൾ 370ക്ക് 5 അംഗ ബെഞ്ചിന്റെ പിന്നെ ശരിവെക്കൽ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഡിസംബർ 11 എന്ന് പഠിച്ചു കേട്ടോ. അപ്പൊ അതും ഓക്കെ വിചാരിക്കുന്നു. അടുത്തത് ഈ കഴിഞ്ഞ ഏതൊരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ബില്ല് 2020. നോക്കാം, നോക്കിയാലോ. ഓക്കെ, ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ബില്ല് 2023. ഓക്കെ, യെസ്. ഈ പറയുന്ന ബില്ല് ഫോറസ്റ്റ് കൺസർവേഷൻ അമെൻമെന്റ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്, അതായത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അമെൻമെന്റ് ബില്ലാണ്, നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്ന ബില്ലാണ്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2023 മാർച്ച് 29. ലോക്സഭ പാസാക്കിയത് 2023 ജൂലൈ 26. അവിടുന്ന് 26 ജൂലൈ 26 പാസാക്കി. യെസ്, അടുത്ത മാസം തന്നെ യെസ് 2 ഓഗസ്റ്റ് 2 രാജ്യസഭയും പാസാക്കി. ഡേറ്റുകളാണ്, മറന്നുപോകാൻ സാധ്യത കൂടുതലുള്ളതാണ്, എങ്കിലും പഠിച്ചു വെക്കാം. യെസ്, ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതെന്താണെന്ന് നമുക്ക് ആദ്യം അതൊന്ന് നോക്കിയാലോ അല്ലെ. നോക്കിയേ, വിനോദസഞ്ചാരം, വാണിജ്യ ആവശ്യം എന്നിവയ്ക്കായി വനഭൂമി നിയന്ത്രണമില്ലാതെ തുറന്നു കൊടുക്കുന്ന വ്യവസ്ഥകളാണ് നിയമത്തിലുള്ളത്. യെസ്, അതായത് വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് പലതും തുറന്നു കൊടുക്കാനും അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനും വാണിജ്യ ആവശ്യം, വിനോദസഞ്ചാരം, വാണിജ്യ ആവശ്യം എന്നിവയ്ക്കായിട്ട് വനഭൂമി നിയന്ത്രണമില്ലാതെ തുറന്നു കൊടുക്കുന്ന വ്യവസ്ഥകളാണ് നിയമത്തിലുള്ളത്. യെസ്, അതെന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞൂടാ. എന്നായാലും വിനോദസഞ്ചാരത്തെ കുറിച്ചും വാണിജ്യ ആവശ്യങ്ങൾക്കും ഇപ്പൊ നിലവിലുള്ള 1980 വനസംരക്ഷണ നിയമമാണ് ഭേദഗതി ചെയ്തത് കേട്ടോ. 1980 വനസംരക്ഷണ നിയമം ഉണ്ടായിരുന്നു. 1980 വനസംരക്ഷണ നിയമം, അത് GK ഒരു ഫാക്ട് ആണ് കേട്ടോ. 1980 വനസംരക്ഷണ നിയമത്തിലെ കാടിനുള്ളിലൂടെ എങ്ങനെ വിനോദസഞ്ചാരം നടത്തണം, വാണിജ്യ ആവശ്യങ്ങൾക്ക് കാട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്ന കുറെ റൂൾസ് ഉണ്ടായിരുന്നു. അതിൽ മാറ്റമാണ് ഈ പറയുന്ന അമെൻമെന്റിൽ ഉള്ളത് എന്ന് പഠിച്ചു. അതെന്നാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2023 മാർച്ച് 29. പിന്നെ ലോക്സഭ പാസാക്കിയത് എന്നാണ് 2023 ജൂലൈ 26. രാജ്യസഭ പാസാക്കിയതോ 2023 ഓഗസ്റ്റ് 2. ഇനി പ്രസിഡന്റ് ഒപ്പുവെച്ചതോ അപ്പൊ തന്നെ. രാജ്യസഭ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റിന് പണ്ടത്തെ പോലെ ആലോചിക്കാനൊന്നും സമയമില്ല. യെസ്, പെട്ടെന്ന് ഒപ്പിട്ടണം അല്ലെ. യെസ്, ഒപ്പിട്ടു. പ്രസിഡന്റ് ഓഗസ്റ്റ് 4 പ്രസിഡന്റ് ഒപ്പുവെച്ചത്. അപ്പോ ഡേറ്റുകൾ നോക്കിയേ. 2023 മാർച്ച് 29 ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 29 കേട്ടോ. പിന്നെ 9 മാറി 6 ഏത് ലോക്സഭ പാസ്സാക്കിയത് ജൂലൈ. ഓക്കെ, പിന്നെ 6 അങ്ങ് പോയി 2 ഓഗസ്റ്റിലാണ് രാജ്യസഭ പാസ്സാക്കിയത്. 4 തീയതിയാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്ന് വെച്ചു കേട്ടോ. മാർച്ച് 26 ഉള്ളത്, മാർച്ച് 29 ഉള്ളത് 2, 6, 9 ഉള്ളത് 6 യെസ്, ജൂലൈ ആണ്. പിന്നെ ഓഗസ്റ്റ് ആണ് നടക്കുന്നത്. 26, 6 പോയി, പിന്നെ 2, 4 എന്നും നോട്ട് ചെയ്തു. ഡേറ്റുകൾ ഓർത്തു വെക്കണേ. ലോക്സഭ പാസ്സാക്കിയത്, ലോക്സഭയിൽ അവതരിപ്പിച്ചത്, ലോക്സഭ പാസ്സാക്കിയത്, രാജ്യസഭ പാസ്സാക്കിയത്, പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഓക്കെ, സെറ്റല്ലേ? യെസ്, എന്തായിരുന്നു സംഭവം? 1980 വനസംരക്ഷണ നിയമമാണ് ഭേദഗതി ചെയ്തത്. വിനോദസഞ്ചാരം, വാണിജ്യ ആവശ്യം എന്നിവയ്ക്കായിട്ട് വനഭൂമി നിയന്ത്രണമില്ലാതെ തുറന്നു കൊടുക്കുന്നതിനാണ് വ്യവസ്ഥയിൽ പറയുന്നത് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. ഫോറസ്റ്റ് കൺസർവേഷൻ ബില്ല് അതും നോട്ട് ചെയ്തു. അപ്പൊ സെറ്റാണ്. യെസ്, സെറ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോ എത്ര ബില്ലുകൾ, എത്ര കാര്യങ്ങൾ പഠിച്ചു? ഫോറസ്റ്റ് കൺസർവേഷൻ, കേശവാനന്ദ ഭാരതി,
സുപ്രീം കോടതിയുടെ വിവാഹമോചനം ഈ പറയുന്ന ആർട്ടിക്കിൾ 370. 4 ഏരിയ പഠിച്ചില്ലേ? എന്നാ പിന്നെ 4 ചോദ്യം ഞാൻ ചോദിച്ചേക്കാം. ചോദിക്കട്ടെ? 1, 2, 3, 4 ഓരോ ഏരിയയിൽ നിന്നും ഓരോ ചോദ്യം ചോദിക്കുകയാണേ. യെസ്, കിട്ടണം കേട്ടോ? കിട്ടൂലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കിട്ടണം, കിട്ടൂലേ? യെസ്. ഒന്നാമത്തെ ചോദ്യം, കാശ്മീരിൽ ഭരണകൂടവും അല്ലാത്തവരും ചെയ്ത മനുഷ്യാവകാശ ലംഘനങ്ങളുടെ സത്യാവസ്ഥ പരിശോധിച്ചിട്ട് അവിടെ ഒരു കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ് പിന്നെ ശുപാർശ ചെയ്തത് ആരാണ് എന്ന് വിഷയം? ആരാണ് ശുപാർശ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ SK കൗൾ എന്ന് കിട്ടുന്നവരുണ്ടാവും അല്ലെ? കിട്ടൂലേ? കിട്ടും. ഓക്കെ. സുപ്രീം കോടതിയുടെ ഉത്തരവ് രാജ്യവ്യാപകമായി നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് ഏത് ആർട്ടിക്കിളിലാണ് എന്ന് ചെയ്യും? സുപ്രീം കോടതിയുടെ ഉത്തരവ് രാജ്യവ്യാപകമായി നടപ്പാക്കണം എന്ന് പറഞ്ഞത് ഏത് ആർട്ടിക്കിളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 142 ഒന്നല്ലേ? നമ്മൾ പഠിച്ചില്ലേ അല്ലെ? 142 1 എന്ന് പഠിച്ചു. ഓക്കെ. എന്നാണ് കേശവാനന്ദ ഭാരതി കേസ് വിധി പ്രസ്താവിച്ചത്? ഏത് വർഷമാണ് എന്ന് വിഷയം? 2023 50 വർഷമായി. അപ്പൊ 1973 എന്ന് പഠിച്ചു അല്ലെ? ഇനി വനസംരക്ഷണ ഫോറസ്റ്റ് കൺസർവേഷൻ അമെന്റ്മെന്റ് ബില്ലിന് എന്നാണ് 1980 വനസംരക്ഷണ നിയമത്തിന് പ്രസിഡന്റ് ചോദിക്കാൻ വന്നേ, അത് ഒഴിവാക്കി രാജ്യസഭ പാസാക്കിയത് എന്നാണ്? ഫോറസ്റ്റ് കൺസർവേഷൻ അമെന്റ്മെന്റ് ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്നാണ്? ഫോറസ്റ്റ് കൺസർവേഷൻ ബില്ല് രാജ്യസഭ പാസാക്കിയത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. 2023 ഓഗസ്റ്റ് 2-ാം തീയതിയാണ് എന്നും പഠിച്ചു വെക്കാം. ഓക്കെ, കിട്ടിയോ? അപ്പൊ 4 എണ്ണം സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അതും ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്താണ് ഭേദഗതികളിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ ദ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അമെന്റ്മെന്റ് ബില്ല്, ജനന മരണ രജിസ്ട്രേഷനിലെ അമെന്റ്മെന്റുകൾ കൊണ്ടുവന്നു. ഓക്കെ, ഡേറ്റുകൾ നമുക്ക് നോക്കാം. എന്താണ് ഇത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കാം കേട്ടോ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ചെയ്യാൻ വോട്ടർ പട്ടികയിലെ സ്കൂളിൽ ചേർക്കാൻ വോട്ടർ പട്ടിക, സർക്കാർ ജോലി, കേന്ദ്ര സർക്കാർ പദ്ധതികൾ തുടങ്ങിയവയ്ക്ക് ജനന സർട്ടിഫിക്കറ്റ് രേഖയായി പരിഗണിക്കണമെന്ന് അനുശാസിക്കുന്ന നിയമമാണ് ഈ പറഞ്ഞത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം കേട്ടോ, പ്രവേശനം, വോട്ടർ പട്ടിക, സർക്കാർ ജോലി, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ തുടങ്ങിയവയ്ക്ക് ജനന സർട്ടിഫിക്കറ്റ് രേഖയായി പരിഗണിക്കണമെന്ന് അനുശാസിക്കുന്ന നിയമമാണ് ഇത്. ഈ ബില്ല് നിയമമായതിനു ശേഷം ജനിച്ചവർക്കാണ് ബാധകം. ഈ ബില്ല് നിയമമായതിനു ശേഷം ജനിച്ചവർക്കാണ് ഇത് ബാധകം. ജനന മരണങ്ങളുടെ ഡാറ്റാബേസ് ഉണ്ടാക്കാനും പരിപാലിക്കാനും രജിസ്ട്രാർ ജനറലിനെ നിയമിക്കാനും ഈ നിയമം അനുശാസിക്കും. അപ്പൊ എന്തൊക്കെയാണ് നിയമം എന്നുള്ളത് പക്ക. ഓക്കെ, വിദ്യാഭ്യാസ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി പോകുമ്പോ, സർക്കാർ ജോലിയിൽ പ്രവേശിക്കുമ്പോ, കേന്ദ്ര സർക്കാർ പദ്ധതികൾ കിട്ടുമ്പോ ഇതിനൊക്കെ ജനന സർട്ടിഫിക്കറ്റ് വേണം. ഈ ബില്ല് നിയമമായതിനു ശേഷം ജനിച്ചവർക്കാണ് ഇത് ബാധകം. നമുക്ക് ബാധകമല്ല അല്ലെ? ഈ ബില്ല് നിയമമായതിനു ശേഷം ജനിച്ചവർക്കാണ് ഈ ഒരു നിയമം ബാധകമായിട്ട് വരുന്നത്. ജനന മരണ ഡാറ്റാബേസ് ഉണ്ടാക്കാനും പരിപാലിക്കാനും രജിസ്ട്രാർ ജനറലിനെ നിയമിക്കാനും ഈ നിയമത്തിൽ അനുശാസിക്കുന്നുണ്ട് എന്നും പഠിച്ചേക്കാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് അതിന്റെ ഡേറ്റുകൾ പിടിക്കാം. കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, യെസ്. എന്താണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്? 2023 ജൂലൈ 26. ഇവിടെ ഇല്ലായിരുന്നു ജൂലൈ 26. ലോക്സഭ പാസ്സാക്കിയതാണ് 2023 ജൂലൈ 26. ഒരേ സമയത്ത് നടന്ന കാര്യങ്ങളാണ് കേട്ടോ. യെസ്. ഇനി ലോക്സഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് 1, രാജ്യസഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് 7, പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഓഗസ്റ്റ് 11. വളരെ എളുപ്പത്തിൽ പഠിക്കാം അല്ലെ? അവിടെ പഠിച്ച ജൂലൈ 26 തന്നെ ഇവിടെയും ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു. എല്ലാം സെയിം തന്നെ. ലോക്സഭ അവതരിപ്പിച്ചത്, പാസ്സാക്കിയത്, രാജ്യസഭ പാസ്സാക്കിയത്, പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1/7/11 കേട്ടോ. 1/7/11 ഇവിടെ ജൂലൈ 26 എന്നും ഓർത്ത് വെച്ചൂടെ? ഓക്കെ, ഓർത്ത് വെച്ചൂടെ? യെസ്.
വെക്കണം കേട്ടോ. രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അമെന്റ്മെന്റ് ബില്ല് എന്ന് നോട്ട് ചെയ്തു. രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അമെന്റ്മെന്റ്. പച്ചവെള്ളം BSc എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. യെസ്, അത് നമുക്ക് ഈ ആഴ്ച കൊണ്ട് 20K ആക്കണ്ടേ? 20,000 ആളാക്കണ്ടേ? യെസ്, ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. അതില് ഇപ്പോ എന്താ പറയാ, വളരെ സിമ്പിൾ കാര്യങ്ങളെ ആ ചാനലിൽ നടക്കുന്നുള്ളൂ. ഓക്കെ, മാർച്ച് 1-ാം തീയതി മുതൽ കളി മാറും കേട്ടോ. മാർച്ച് 1-ാം തീയതി മുതലേ, അല്ലെങ്കിൽ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ 8 മണിയുടെ ക്ലാസ്സും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് 10 മണിക്ക് അങ്ങ് എനർജറ്റിക് ആയിട്ട് ഒരു സീരീസ് ഓഫ് ക്ലാസ്സുകൾ എടുക്കാനുള്ള ആരോഗ്യം ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം രാവിലെ 2-3 ക്ലാസ്സുകളും ഇതിന്റെ പണിയും ഫോണും മെസ്സേജുകളും ഒഴിഞ്ഞൊരു സമയമില്ല. അതിനുശേഷം ഈ ക്ലാസ്സും കഴിഞ്ഞിട്ട് പിന്നെ 10 മണിക്ക് ലൈവിൽ പോകാനുള്ള ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട്. എന്നാലും യൂണിവേഴ്സിറ്റി LGSന്റെ സമയത്ത് നമ്മൾ 8ഓളം ക്ലാസ്സുകൾ ലൈവിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെഗുലർ ആയിട്ട് രാത്രി 10 മണിക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. PSC ബുള്ളറ്റിനിലെ തെരഞ്ഞെടുത്ത കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, SCRT ഉണ്ടാവും, കൺഫ്യൂസിംഗ് ഫാക്ട്സ് ഉണ്ടാവും, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതൊക്കെ ഓരോരോ സീരീസുകളായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവും. എന്റെ മാത്രം ക്ലാസ്സുകളല്ല, മറ്റു ടീച്ചേഴ്സിന്റെയും ക്ലാസ്സുകൾ ഉണ്ടാവും. ചാനൽ ധൈര്യമായിട്ട് കൂട്ടുകാർക്ക് ഫോർവേഡ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 2023 ജൂലൈ 26, ഓഗസ്റ്റ് 1, 7, 11 സെറ്റ് അല്ലേ? യെസ്. അങ്ങനെ അപ്പോ എന്താണതെന്ന് മനസ്സിലാക്കി. യെസ്, അങ്ങനെ നമ്മൾ പഠിച്ചു. ഫോറസ്റ്റ് കൺസർവേഷൻ ബില്ല് 1980 വനസംരക്ഷണ നിയമത്തിന് ഭേദഗതി ചെയ്താണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതും കൂടി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു. സിനിമാറ്റോഗ്രാഫ് അമെന്റ്മെന്റ് ബില്ല് സിനിമയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. സിനിമാറ്റോഗ്രാഫ് അമെന്റ്മെന്റ് ബില്ല് നമുക്ക് നോക്കാം. ഓക്കെ, ഡേറ്റുകൾ അവിടെ നിൽക്കട്ടെ. ഇതെല്ലാം ഏകദേശം ഒരേ സമയത്താണ് വരുന്നത് അല്ലേ? ഓക്കെ, സെൻസർ ബോർഡ് അംഗീകാരം നൽകിയ സിനിമയ്ക്ക് രാജ്യത്ത് മൊത്തമായോ ഭാഗികമായോ അംഗീകാരം പിൻവലിക്കാനുള്ള അധികാരം സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിയമമാണ് സിനിമാറ്റോഗ്രാഫ് അമെന്റ്മെന്റ് ബില്ല്. സെൻസർ ബോർഡ് എന്ന് പറയുന്ന ബോർഡാണ് ഇതിന് അംഗീകാരം നൽകുന്നത്, സിനിമ പ്രദർശിപ്പിക്കാനുള്ള അംഗീകാരം നൽകുന്നത്. അവര് നൽകിയ സിനിമയ്ക്ക് സെൻസർ ബോർഡിന്റെ അംഗീകാരം കിട്ടി. രാജ്യത്ത് ആ സിനിമയ്ക്ക് രാജ്യത്ത് മൊത്തമായ ഭാഗികമായ അംഗീകാരം പിൻവലിക്കാനുള്ള അധികാരവും ആർക്കാണ്? സർക്കാരിനാണ് എന്ന് പറയുന്ന നിയമമാണ് സിനിമാറ്റോഗ്രാഫ് അമെന്റ്മെന്റ് ബില്ല്. രാജ്യസഭയിൽ ഇത് അവതരിപ്പിച്ചത് 2023 ജൂലൈ 20-നാണ്. ആദ്യം രാജ്യസഭയിലാണ് വന്നത്, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നോട്ട് ചെയ്ത് നോക്കണേ. രാജ്യസഭയിൽ അവതരിപ്പിച്ചത് 2023 ജൂലൈ 20-നാണ്. രാജ്യസഭ പാസാക്കിയതോ 2023 ജൂലൈ 27-നാണ്. ലോക്സഭ പാസാക്കിയത് 2023 ജൂലൈ 31-നാണ്. 20, 27, 31 എല്ലാം ജൂലൈ തന്നെ. 2023 20, 27, 31. ഇതിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാന്നുള്ളത് ഇല്ലല്ലോ. യെസ്, പ്രസിഡന്റ് ഒപ്പുവെച്ചില്ലേ? ഓക്കെ, നോക്കാട്ടോ. ഓക്കെ, അപ്പൊ ജൂലൈ 2 ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത്. രാജ്യസഭ പാസാക്കി 2023 ജൂലൈ 27-ന്. ലോക്സഭ പാസാക്കിയത് 2023 ജൂലൈ 31-ആണ് എന്ന് പഠിച്ചു. ഇതെന്താ സംഭവം എന്നുള്ളത് ഒന്നും കൂടി നോക്കാം. സിനിമ പകർത്തി പ്രദർശിപ്പിച്ചാൽ 3 വർഷം വരെ തടവും നിർമ്മാണ ചെലവിന്റെ 5% പിഴയും ചുമത്താൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഓക്കെ, അപ്പൊ ആക്ച്വലി നിയമം എന്താണ്? കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. സെൻസർ ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാലും പിൻവലിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് ഉണ്ടെന്ന് പറയുന്നതാണ് സിനിമാറ്റോഗ്രാഫ് അമെന്റ്മെന്റ് ബില്ല്. ഇനി അതിൽ പറയുന്ന മറ്റൊന്നാണ്, സിനിമ പകർത്തി പ്രദർശിപ്പിച്ചാൽ 3 വർഷം വരെ തടവും നിർമ്മാണ ചെലവിന്റെ 5% പിഴയും ചുമത്താൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. വല്ല ലൂസിഫർ എങ്ങാനും കോപ്പി എടുത്തിട്ട് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എത്ര കോടിയാന്നുള്ളത് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ലൂസിഫർ അല്ല, പോട്ടെ, എമ്പുരാൻ. യെസ്, അപ്പോ 5% പിഴയും കിട്ടും, 3 വർഷം തടവും കിട്ടും ഈ പറയുന്ന സിനിമ പകർത്തി പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ.
പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന എ സർട്ടിഫിക്കറ്റും എല്ലാവർക്കും കാണാവുന്ന യു സർട്ടിഫിക്കറ്റും നൽകുന്നതിനോടൊപ്പം യു എ കാറ്റഗറിയിൽ 7+, 13+, 16+ എന്നിങ്ങനെ വിവിധ പ്രായക്കാർക്ക് കാണാനുള്ള സർട്ടിഫിക്കറ്റുകളും നൽകും. എ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഉണ്ട് അല്ലെ, പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന എ സർട്ടിഫിക്കറ്റും ഇനി എന്താണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന യു സർട്ടിഫിക്കറ്റ് ഇപ്പൊ നിലവിലുണ്ട്. ഇനി അതോടൊപ്പം തന്നെ യു എ കാറ്റഗറിയിൽ എങ്ങനെ 7 വയസ്സിലധികം ആയവർക്ക് കാണാൻ, 13 വയസ്സിലധികം ആയവർക്ക് കാണാൻ, 16 വയസ്സിലധികം ആയവർക്ക് കാണാൻ എന്നിങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളും നൽകുന്നത് വ്യവസ്ഥയിൽ പറയുന്നു. സെൻസർ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 10 വർഷം എന്നതിന് പകരം എന്നേക്കുമാക്കി നീട്ടി. ഇതൊക്കെ ആ നിയമത്തിൽ പറയുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സർക്കാരിനെ ഈ പറയുന്ന സെൻസർ ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാലും പിൻവലിക്കാനുള്ള അധികാരം ഉണ്ടെന്ന് പറയുന്നു. പകർത്തി കഴിഞ്ഞാൽ 3 വർഷം വരെ തടവ്, 5% പിഴയും. എ സർട്ടിഫിക്കറ്റ് യു സർട്ടിഫിക്കറ്റിന് പുറമെ 7+, 13+, 16+ എന്നീ പ്രായപരിധിയും കൊണ്ടുവന്നു. സർട്ടിഫിക്കറ്റുകളും കൊടുത്തു. ഇത് കാര്യം നോക്കാൻ അല്ലേ, സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പടം കാണുന്നത് ആണോ? എന്നാലും നിയമം എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ സെൻസർ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 10 വർഷം എന്നതിന് പകരം എന്നേക്കുമാക്കി എന്നുള്ള പോയിന്റും നോട്ട് ചെയ്തു. ആ ഡേറ്റുകൾ ഇത് എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങൾ? യെസ്, ഡേറ്റുകൾ മറക്കരുതേ. രാജ്യസഭയിൽ അവതരിപ്പിച്ചത് 2023 ജൂലൈ 20-നാണ്. രാജ്യസഭ പാസ്സാക്കിയത് 2023 ജൂലൈ 27-നാണ്. യെസ്, അതെ, ലോക്സഭ പാസ്സാക്കിയത് 2023 ജൂലൈ 31-നാണ് എന്ന് പഠിച്ചു. ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഫോറസ്റ്റ് കൺസർവേഷൻ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാ? ഫോറസ്റ്റ് കൺസർവേഷൻ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാ? മാർച്ച് 2023-നാണ്, 29-ാം തീയതി. മറന്നോ? ഫോറസ്റ്റ് കൺസർവേഷൻ ബില്ല് യെസ്, മാർച്ച് 29, 2023. ഇനി ലോക്സഭ പാസ്സാക്കിയത് ഓർമ്മയില്ലേ? 26-ആയി, 9 ഉള്ളത് 6-ആയി എന്നാണ്, ജൂലൈയിലായി അല്ലെ. പിന്നെ 6 വെട്ടി 2 ഓഗസ്റ്റ്. ഏത്? രാജ്യസഭ പാസ്സാക്കിയത് 4-ാം തീയതി പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഓർമ്മയില്ലേ? കേട്ടല്ലേ? യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ വിവാഹമോചനത്തിന് സുപ്രീം കോടതിക്ക് ഉത്തരവിടാം എന്ന് പറയുന്നത് തീരുമാനിച്ച, അല്ലെങ്കിൽ അതിന് ബേസ് ആയിട്ടുള്ള 2 ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 141-ഉം 142-ഉം എന്ന പോയിന്റ് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം അല്ലെ. യെസ്, അപ്പൊ അങ്ങനെ. അപ്പൊ ഏത് വർഷത്തെ വനസംരക്ഷണ നിയമമാണ് ഭേദഗതി ചെയ്തിട്ടാണ് ഈ പറയുന്ന ഫോറസ്റ്റ് കൺസർവേഷൻ ബില്ല് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1980-ലെയാണ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി സിനിമാറ്റോഗ്രാഫ് അമെന്റ്മെന്റ് ബില്ല് രാജ്യസഭയിലാണോ ലോക്സഭയിലാണോ ആദ്യം അവതരിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയിലാണ് ആദ്യം അവതരിപ്പിച്ചത് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, കഴിഞ്ഞിട്ടില്ല. സിനിമാറ്റോഗ്രാഫ് ബില്ല് രാജ്യസഭ പാസ്സാക്കുമ്പോൾ സഭ നിയന്ത്രിച്ചിരുന്നത് ഒളിമ്പ്യൻ PT ഉഷയായിരുന്നു. ഓക്കെ, സിനിമാറ്റോഗ്രാഫ് ബില്ല് ഇത് പാസ്സാക്കുന്ന സമയത്തെ സഭ നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒളിമ്പ്യൻ PT ഉഷ എന്നും നോട്ട് ചെയ്തു. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു അംഗം സഭാ ചെയറിൽ ഇരിക്കെ ഒരു ബില്ല് വോട്ടിനായി പാസ്സാക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു അപൂർവ നിമിഷത്തിന് കൂടി PT ഉഷ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ഓക്കെ, യെസ്. അപ്പൊ സിനിമാറ്റോഗ്രാഫ് ബില്ല് രാജ്യസഭ പാസ്സാക്കുമ്പോൾ സഭ നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളിമ്പ്യൻ PT ഉഷയാണെന്ന് പഠിച്ചു വെക്കാം. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം സഭാ ചെയറിൽ ഇരിക്കെ ഒരു ബില്ല് വോട്ടിനായി പാസ്സാക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന പോയിന്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയായി? സിനിമാറ്റോഗ്രാഫ് അമെന്റ്മെന്റ് ബില്ലായി, ഈ പറയുന്ന രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് അമെന്റ്മെന്റ് ബില്ലായി, ഫോറസ്റ്റ് കൺസർവേഷൻ ബില്ലായി, കേശവാനന്ദ ഭാരതി കേസ് പഠിച്ചു, വിവാഹമോചനത്തിന് സുപ്രീം കോടതി, ആർട്ടിക്കിൾ 370, ഇന്നത്തെ ടോപ്പിക്കുകൾ ഒക്കെ അല്ലേ? ഓക്കെ, എല്ലാം ആവശ്യമുള്ളതാണ്, കഴിഞ്ഞിട്ടില്ല.
രാജ്യത്തിന്റെ ക്രിമിനൽ ബില്ലുകൾ മാറ്റി എഴുതുന്ന 3 സുപ്രധാന ബില്ലുകൾ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇത് പാസ്സായില്ലേ എന്നുള്ളത് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇത് പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടില്ല, ഒപ്പുവെച്ച ഡേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്ക്. ഒന്നും കൂടി ഞാനൊന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്, അല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒന്നും പെട്ടെന്നൊന്നും കിട്ടൂല. ഒരു മിനിറ്റ്, അങ്ങനെ സാധനം കാണുന്നില്ല കേട്ടാ, ഞാൻ നോക്കട്ടെ. ഓക്കെ, യെസ്, അത് പാസ്സായിട്ടുണ്ടോ ഇല്ലതേ പ്രസിഡന്റ് ഒപ്പുവെച്ചതായിട്ടുള്ള ഒരു ഡേറ്റ് കാണുന്നില്ല, നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഇനി രാജ്യത്തിന്റെ ക്രിമിനൽ ബില്ലുകൾ മാറ്റി എഴുതുന്ന 3 സുപ്രധാന ബില്ലുകൾ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ല് അവതരിപ്പിച്ചത് അമിത്ഷാ. ഈ 3 ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11-നാണ്. ഓക്കെ, ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിച്ചട്ടം, തെളിവ് നിയമം, IPC, CRPC, തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായിട്ട് 3 ബില്ലുകൾ അവതരിപ്പിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിച്ചട്ടം, തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായിട്ട് 3 ബില്ലുകൾ 2023 ഓഗസ്റ്റ് 11 ലോക്സഭയിൽ അവതരിപ്പിച്ചു അമിത്ഷാജി. 3 സുപ്രധാന ബില്ലുകളുടെയും പരിഷ്കരണത്തിന് നിയോഗിച്ച സമിതി, 2020 നിയോഗിച്ച സമിതി അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഡോക്ടർ രൺബീർ സിംഗ് ആണ് എന്ന പോയിന്റ് പഠിച്ചു. രൺബീർ സിംഗ്. ഓക്കെ, രൺബീർ സിംഗ് എന്ന് പഠിച്ചു. രൺബീർ സിംഗ് കേട്ടോ. എന്തൊക്കെയാണ് ഈ ബില്ല്, ഇത് മാറിയിട്ട് എന്താ വന്നതെന്നുള്ളത് അപ്പുറത്തുണ്ട്, വരുന്നുണ്ട് കേട്ടോ. അപ്പൊ രാജ്യത്തിന്റെ ക്രിമിനൽ ബില്ലുകൾ, 3 നിയമങ്ങൾ, 3 ബില്ലുകൾ എന്നിവയ്ക്ക് പകരമായി പിന്നെ എന്താണ് 3 നിയമങ്ങൾ, ഇന്ത്യൻ ശിക്ഷാ നിയമം, അതുപോലെ തന്നെ ക്രിമിനൽ നടപടിച്ചട്ടം, തെളിവ് നിയമം, ഓക്കെ, IPCയും CRPCയും തെളിവ് നിയമത്തിന് പകരമായിട്ട് 3 ബില്ലുകൾ വന്നു. 2023 അവതരിപ്പിച്ചു. 2023 ഓഗസ്റ്റ് 11 അവതരിപ്പിച്ചു. ആരാ അവതരിപ്പിച്ചത്? അമിത്ഷാജി. ഇതിനെ നിയോഗിച്ച സമിതി അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ രൺബീർ സിംഗ് ആണ് എന്ന പോയിന്റും ഓർത്തിരിക്കുക. രൺബീർ സിംഗ്. ഇനി ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 ആയിരുന്നു. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം മാറിയിട്ട് എന്തായി? ഭാരതീയ ന്യായ സംഹിത ബില്ല് 2023 ആയി. സെക്ഷൻ 356 പ്രകാരം, സോറി 356 സെക്ഷൻ അതിലുണ്ട് കേട്ടോ. 356 സെക്ഷൻ അതിലുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 1860 വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം മാറിയിട്ട് എന്തായി മാറി? ഭാരതീയ ന്യായ സംഹിത ബില്ലായി മാറി 2023. ക്രിമിനൽ നടപടി ചട്ടം CRPC 1898 മാറിയിട്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയായി. അതിൽ 533 സെക്ഷൻസ് ആണുള്ളത്. അപ്പൊ IPC, CRPC പിന്നെ എവിഡൻസ് ആക്ട് 3 നിയമങ്ങളാണ് മാറിയത് അല്ലെ. ഇന്ത്യൻ ശിക്ഷാ നിയമം 1860, ഇന്ത്യൻ ക്രിമിനൽ നടപടിച്ചട്ടം CRPC 1898, അത് മാറിയിട്ട് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും, ഇന്ത്യൻ ശിക്ഷാ നിയമം ഭാരതീയ ന്യായ സംഹിത ബില്ല് 2023 മാറി. തെളിവ് നിയമം എവിഡൻസ് ആക്ട് 1872 വന്നത്. അത് ഭാരതീയ സാക്ഷ്യ ബില്ലായി. അതിൽ 170 സെക്ഷൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചില്ല എന്നുള്ളതാണ് എന്റെ ഓർമ്മ. ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താണെങ്കിലും പഠിക്കണം കേട്ടോ. യെസ്. അപ്പോ ക്രിമിനൽ 3 ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 മാറ്റി ഭാരതീയ ന്യായ സംഹിത ബില്ല് എന്നാക്കി മാറ്റി. 2023 356 സെക്ഷനാണ് അതിലുള്ളത്. ക്രിമിനൽ നടപടി ചട്ടം 1898 മാറ്റി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നാക്കി മാറ്റി. 533 സെക്ഷനാണ് അതിലുള്ളത്. ഇന്ത്യൻ തെളിവ് നിയമം 1872 ഭാരതീയ സാക്ഷ്യം, തെളിവും സാക്ഷ്യം കേട്ടോ. തെളിവ് നിയമം സാക്ഷ്യ ബില്ല് മാറ്റി. അത് 170 സെഷൻസ് ആണ് അതിലുള്ളത് എന്നും നോട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ എഴുതി വെച്ചോ.
എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 1870 ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പുതിയ പീരീഡ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എത്ര സെഷൻ ഉള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അമിത്ഷാ ആണ് അവതരിപ്പിച്ചത്. ഓഗസ്റ്റ് 11 2023 3 ബില്ലും അവതരിപ്പിച്ചത്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, ഓക്കെ, സെറ്റ് പോട്ടെ. യെസ്, ഒന്നും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഏകദേശം നമുക്ക് കഴിക്കാം. ക്രിമിനൽ പ്രൊസീജിയർ ഓർ ഐഡന്റിഫിക്കേഷൻ ബില്ല് എഴുതിയെടുത്തില്ലായിരുന്നോ നേരത്തെ? സെറ്റ് അല്ലേ? യെസ്. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഒരു കോഴ്സ് ആണെങ്കിൽ മാർച്ച് 4 നമ്മൾ തുടങ്ങുന്ന മെയിൻ കോഴ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. LDCക്കും LGSനും LSCക്കും ഇനി കേരള PSC 2024 ഏതൊക്കെ പരീക്ഷകൾ നടത്തുന്നോ അതിനൊക്കെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടും. കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള GKയും കിട്ടും കേട്ടോ. 499 6 മാസത്തെ കോഴ്സ് ജൂലൈ ഓഗസ്റ്റ് വരെയുള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും രാവിലെ 7:30 നമ്മുടെ ക്ലാസ്. ഫ്രഷ് ആയിട്ട് കുറെ അധികം കാര്യങ്ങൾ ഡെയിലി കട്ടൻ ചായയോടൊപ്പം കറണ്ട് അഫയേഴ്സ് എന്നുള്ള ടേമില് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. ഇതിനേക്കാളും ഇവിടെ പഠിക്കുന്നതിനേക്കാളും സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അവിടെ ഇതൊക്കെ ഒന്നും കൂടെ പഠിപ്പിക്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ഈ ഡേറ്റില്, അതായത് ഓഗസ്റ്റ് മാസം ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഏത് പഠിപ്പിക്കുക, ഈ ടോപ്പിക് പഠിപ്പിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ 100 ടോപ്പിക്കുകൾ ഓഗസ്റ്റിൽ നമുക്ക് വരും കേട്ടോ. യെസ്, ഇവിടെ പഠിപ്പിച്ചതെല്ലാം അവിടെയും യെസ് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ അവിടെ പറയണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, PDF-കളും കൂടിയൊക്കെ സഹായത്തോട് കൂടിയിട്ട് വളരെ വൈഡ് ആയിട്ട് തന്നെ കവർ ചെയ്യും. അപ്പൊ ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 7510-116655 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, മാർച്ച് 4 മുന്നേ ഈ കോഴ്സിലുള്ളവരെ മാർച്ച് 4 മുന്നേ ഒക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇത് പിന്നീട് നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുന്ന സമയത്ത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. വിശദമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. ഇനി സുപ്രധാന നിയമങ്ങൾ, കറണ്ട് അഫയേഴ്സും സുപ്രധാന നിയമങ്ങളും അതുപോലെ തന്നെ കേരളം ഭരണ സംവിധാനം, ഇതൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരിക അല്ലെ. ഇത് 299 രൂപയ്ക്ക് ഇത് രണ്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സുപ്രധാന നിയമങ്ങളും കേരളം ഭരണ സംവിധാനവും എല്ലാം എക്സ്പെർട്ടീസിന്റെ ക്ലാസ്സുകളാണ് അല്ലെ. ഓക്കെ, എക്സ്പെർട്ടീസിന്റെ ക്ലാസ്സുകളാണ്. യെസ്, നമ്മളെ അരുൺലാൽ സാർ ആണ് സുപ്രധാന നിയമങ്ങൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. കേരളം ഭരണ സംവിധാനം ഇന്നലെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളെ ക്ലാസ് കണ്ടിട്ടുണ്ട്, എല്ലാവരും പോസിറ്റീവ് ആണ്. അപ്പൊ അതിൽ കുറച്ച് സെഷൻ ഞാനും എടുക്കും. എന്നെക്കാളും എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്ലാസ് ആയിരിക്കും കേരളം ഭരണ സംവിധാനം ഉറപ്പു തരുന്നത് കേട്ടോ. സുപ്രധാന നിയമങ്ങൾ അത് രണ്ടും കൂടി 299 രൂപ, കറണ്ട് അഫയേഴ്സ് 499 രൂപ. ഇത് രണ്ടും കൂടി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 599 രൂപയായിരിക്കും മാർച്ച് 4 രാത്രി 12 മണി വരെ കേട്ടോ. മാർച്ച് 4 രാത്രി 12 മണി വരെ ഈ ഫീസിലായിരിക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക കേട്ടോ. ഓക്കെ, നമ്പർ മറക്കണ്ട. ക്രിമിനൽ പ്രൊസീജിയർ ഐഡന്റിഫിക്കേഷൻ ബില്ല് 2022. അറസ്റ്റ് ചെയ്യപ്പെട്ടവർ, ശിക്ഷിക്കപ്പെട്ടവർ, കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടവർ എന്നിവരുടെ വിവിധ ശാരീരിക സവിശേഷതകൾ ശേഖരിക്കാനും പോലീസിനും ജയിൽ അധികൃതർക്കും അധികാരം നൽകുന്ന നിയമമാണ് ക്രിമിനൽ പ്രൊസീജിയർ ഐഡന്റിഫിക്കേഷൻ ബില്ല്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടവർ, കസ്റ്റഡിയിലെടുത്തവർ എന്നിവരുടെ ശാരീരിക സവിശേഷതകൾ ശേഖരിക്കാനും പോലീസിനും ജയിൽ അധികൃതർക്കും അധികാരം നൽകുന്ന നിയമമാണ് ക്രിമിനൽ പ്രൊസീജിയർ ബില്ല്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാരെ നിരീക്ഷിക്കാൻ 1920 ഉണ്ടാക്കിയ തടവുകാരെ തിരിച്ചറിയൽ നിയമം ഭേദഗതി ചെയ്തിട്ടാണ് ഈ പറയുന്ന ക്രിമിനൽ പ്രൊസീജിയർ ബില്ല്. 1920 അങ്ങനെ ഉണ്ടായിരുന്നു, തടവുകാരെ തിരിച്ചറിയൽ നിയമം. അത് ഭേദഗതി ചെയ്തിട്ടാണ് ക്രിമിനൽ പ്രൊസീജിയർ ബില്ല് 2022 വന്നത്. ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2022 മാർച്ച് 28 എന്ന പോയിന്റും പഠിച്ചു വെക്കാം. 2022 മാർച്ച് 28. അത് ലോക്സഭ പാസ്സാക്കിയത് 2022 ഏപ്രിൽ 4. മാർച്ച് 28 അവതരിപ്പിച്ചു, ലോക്സഭ പാസ്സാക്കിയത് ഏപ്രിൽ 4. രാജ്യസഭ പാസ്സാക്കിയത് ഏപ്രിൽ 6. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2022 ഏപ്രിൽ 18. നിലവിൽ വന്നത് 2022 ഓഗസ്റ്റ് 4 എന്ന പോയിന്റും ഓർത്തു വെക്കാം. ഓക്കെ, മാർച്ച് 28 ലോക്സഭയിൽ അവതരിപ്പിച്ചു,
മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 4-ന് ലോക്സഭ പാസാക്കി, രാജ്യസഭ 6-ാം തീയതി പാസാക്കി, പ്രസിഡന്റ് ഏപ്രിൽ 18-ാം തീയതി ഒപ്പുവെച്ചു. നിലവിൽ വന്നത് 2022 ഓഗസ്റ്റ് 4-നാണ് എന്ന് വെച്ചു. കുറച്ചധികം ഡേറ്റുകൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ട്. പക്ഷേ എല്ലാം പഠിച്ചിരിക്കേണ്ട പോയിന്റുകൾ തന്നെയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളെ LDC-യുടെ കോഴ്സിനും LDC-യുടെ പരീക്ഷയ്ക്കും മറ്റു പരീക്ഷയ്ക്കൊക്കെ ഈ കോഴ്സ് പോരെ, ഇതിനകത്ത് എല്ലാം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് ഈ കോഴ്സിലെ ചിലരെങ്കിലും അല്ലെ. ഇതിനകത്ത് നമ്മളെല്ലാം എടുത്തിട്ടില്ലേ? സ്പോർട്സ് എടുത്തിട്ടില്ലേ? ആർട്സ് എടുത്തിട്ടില്ലേ? ഈ പറയുന്ന അമെന്റ്മെന്റ് എടുത്തിട്ടില്ലേ? ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടില്ലേ? അപ്പൊ LDC-ക്ക് ഇത് പോരെ? ഞാൻ പറയുന്നു, LDC-ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എത്ര പഠിക്കുന്നോ അതിന്റെ 10% ഇവിടെ ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കി 90% നമ്മൾ പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഇത് വളരെ സെലക്റ്റീവ് ആണല്ലോ കേട്ടോ. ഇത് വളരെ പ്രിസൈസ് ആയിട്ട് ആവശ്യമുള്ളത് മാത്രം പെറുക്കി എടുത്തതാണ് ഈ കോഴ്സിലുള്ള കണ്ടന്റുകളെല്ലാം കേട്ടോ. ഓക്കെ, യെസ്. കുറച്ചും കൂടിയൊക്കെ പരന്ന വായന കറണ്ട് അഫയേഴ്സിന് നമുക്ക് വേണം. അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് കോഴ്സ് ആയിരിക്കും, പച്ചവെള്ളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കോഴ്സ് ആയിരിക്കും രാവിലെ 7:30-യുടെ കോഴ്സ്. ബാക്കിയുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നല്ല, ഇത് നമ്മളൊരു ലോങ് ടേം കോഴ്സ് ആണ്, നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആണ്. യെസ്, അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ മാക്സിമം കവർ ചെയ്തിട്ടായിരിക്കും ആ കോഴ്സ് പോവുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അഡ്മിഷന് വേണ്ടിയിട്ട് 7510-116655 കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ 599-ന് കോംബോ ഓഫർ ഉണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, യെസ്. അതല്ലാത്ത ആളുകള് 499-ന് കറണ്ട് അഫയേഴ്സ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. യെസ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. സി യു. ബൈ.